ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് +1 പൊളിറ്റിക്കൽ സയൻസ് ആണ്. അതായത് നാളത്തെ എക്സാമിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 8 ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ അതിന്റെ ആൻസേഴ്സും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു 8 ക്വസ്റ്റ്യൻ നിങ്ങൾ ഷുവർ ആയിട്ട് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പറയുന്ന ക്വസ്റ്റ്യൻസ് 8 മാർക്കിന് അതുപോലെ തന്നെ 6 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പൊ എസ് എ ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും 2 എണ്ണം എഴുതേണ്ടതുള്ളൂ. അതായത് 16 മാർക്കിനാണ്. അതുപോലെ 6 മാർക്സിനും ചോദിക്കും ഈ 8 ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇത് പഠിച്ചാൽ തന്നെ അത്യാവശ്യം പാസ് ആകാനുള്ള ഒരു മാർക്ക് ലഭിക്കും. ഓക്കെ, ഈ ഒരു 8 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇനൂമറേറ്റഡ് ഇൻ പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന മൗലികാവകാശങ്ങൾ വിശദീകരിക്കുക. ഇമ്പോർട്ടന്റ് ആണ്, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. തെറ്റിക്കാതെ തന്നെ ആർട്ടിക്കിൾ 12 മുതൽ 32 വരെ കറക്റ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 12 എന്താണ് പറയുന്നത്? റൈറ്റ് ടു ഇക്വാളിറ്റി ബിഫോർ ലോ. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ്. ഓക്കെ, ആർട്ടിക്കിൾ 15 എന്താണ്? പൊതുസ്ഥലങ്ങളിൽ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ പ്രദേശത്തിന്റെയോ പേര് ഒരാളോടും വിവേചനം പാടില്ല. അതായത് ഡിസ്ക്രിമിനേഷൻ ആണ്. റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ആർട്ടിക്കിൾ 16 പറയുന്നത് എന്താണ്? ഗവൺമെന്റ് നിയമനങ്ങളിൽ എല്ലാവർക്കും തുല്യ അവസരം. റൈറ്റ് ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 17 എന്താണ്? അൺടച്ചബിലിറ്റി ആണ്. ഓക്കെ, അതായത് അയിത്തം അഥവാ തൊട്ടുകൂടായ്മ നിയമമാണ് കേട്ടോ. നെക്സ്റ്റ് ആർട്ടിക്കിൾ 18 ആണ്. അതെന്താ പറയുന്നേ? സൈനികപരവും വിദ്യാഭ്യാസപരവുമായ ബഹുമതികൾ ഒഴികെ മറ്റു ബഹുമതികൾ ഗവൺമെന്റ് പൗരന്മാർക്ക് നൽകാൻ പാടില്ല. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ് കേട്ടോ. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ, 19 മുതൽ 22 വരെ എന്താണ് പറയുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് കേട്ടോ. അപ്പൊ ആർട്ടിക്കിൾ 19 സബ് വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ ആർട്ടിക്കിൾ 20 വരുന്നത് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ് ആണ്. അതായത് കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് കേട്ടോ. ആർട്ടിക്കിൾ 21 ഏതാണ്? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണമാണ്. റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി ആണ് കേട്ടോ. ആർട്ടിക്കിൾ 22 ഏതാണ്? നിയമവിരുദ്ധമായ അറസ്റ്റിൽ നിന്നും തടങ്കൽ വെക്കലിൽ നിന്നുമുള്ള സംരക്ഷണം. അതായത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആണ് അവിടെ പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞു ആർട്ടിക്കിൾ 23 മുതൽ 24, 23ഉം 24 എന്താണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളാണ്. ഓക്കെ, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതവിശ്വാസത്തിനുള്ള അവകാശമാണ് കേട്ടോ. റിലീജിയസ് റൈറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ആർട്ടിക്കിൾ 29, 30 പറയുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, അതായത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 31 ഇല്ല, അതായത് അത് ഡിലീറ്റഡ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന്, മൗലിക അവകാശങ്ങളിൽ നിന്ന് കളഞ്ഞു. അത് പിന്നെ ലീഗൽ റൈറ്റ്സ് ആക്കിയിട്ട് 300A മാറ്റിയിരിക്കുന്നു കേട്ടോ അത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ 31 ഇല്ല. 32 പറയുന്നത് ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശമാണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. എന്തായാലും 8 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, discuss the factors which make Indian Supreme Court to act independently. Explain various functions of Supreme Court. അതായത് ഇന്ത്യൻ സുപ്രീം കോടതിയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ചർച്ച ചെയ്യുക. സുപ്രീം കോടതിയുടെ വിവിധ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനാണ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതേണ്ടത് ജൂറിസ്ഡിക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഒറിജിനൽ, അപ്പലേറ്റ് ഏതായിരുന്നു? പിന്നെ അഡ്വൈസറിയും കൂടിയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, explain how the Indian Parliament controls the executive to ensure its accountability through various measures. അതായത് വിവിധ നടപടികളിലൂടെ അതിന്റെ ഉത്തരവാദിത്വം ഉറപ്പാക്കാൻ ഇന്ത്യൻ പാർലമെന്റ് എങ്ങനെയാണ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നതെന്ന് വിശദീകരിക്കാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ വിശദീകരിച്ച് എഴുതേണ്ട കാര്യം ഡെലിബറേഷൻ ആൻഡ് ഡിസ്കഷൻ, അതായത് എന്താണ്? ചർച്ച ചെയ്യലാണ്, സംവാദവും ചർച്ചയാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അപ്രൂവൽ ഓർ റെഫ്യൂസൽ ഓഫ് ബില്ലാണ്. ഓക്കെ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ കൺട്രോളും അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് നോൺ കോൺഫിഡൻസ് മോഷനുമാണ് കേട്ടോ. അവിശ്വാസ പ്രമേയം. ഓക്കെ, ഇത് വിശദീകരിച്ച് എഴുതണം. വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കാം. ഇലൂസിഡേറ്റ് ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് 73rd ആൻഡ് 74th അമെൻമെന്റ് ആക്ട്സ്.
അതായത് 73, 74 ഭരണഘടനാ ഭേദഗതി നിയമങ്ങളുടെ പ്രധാന സവിശേഷതകൾ വ്യക്തമാക്കുക. വളരെ എളുപ്പമാണ്. എന്നാണ് വന്നത് ഈ രണ്ടും? 1992. ഈ ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താണ് അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഭേദഗതി എന്ന് പറയുമ്പോൾ ഭരണഘടനയിൽ പുതുതായിട്ട് എന്തെങ്കിലും ചേർക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒഴിവാക്കണമെങ്കിലോ നമ്മൾ ചെയ്യുന്നതാണ് എന്ത്? ഭേദഗതി, അമെൻമെന്റ്. അമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരുത്തുക എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ 73, 74 അമെൻമെന്റ് എന്തായിരുന്നു? എന്ത് മാറ്റാ കൊണ്ടുവന്നത്? 1992 73-ാം അമെൻമെന്റിൽ എന്തായിരുന്നു? പഞ്ചായത്തി രാജ് സിസ്റ്റം നടപ്പിലാക്കി. ഓക്കെ, 74 ആണെങ്കിൽ നഗരപാലികയാണ് കേട്ടോ. അതിൽ പഞ്ചായത്തിന്റെ റോളും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, അത് എഴുതണം. ഓക്കെ, അതുപോലെ തന്നെ 74-ന്റെ കാര്യം നിങ്ങൾ വിശദീകരിച്ച് എഴുതണം. ഓക്കെ, 3 ടയർ പഞ്ചായത്തൊക്കെ വന്നതാണ് പറയണ്ടേ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് നാഷണലിസം? എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു നാഷണലിസം. അതായത് എന്താണ് ദേശീയത? ദേശീയതയ്ക്ക് സംഭാവന നൽകുന്ന ഘടകങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ്. ദേശീയത എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം എന്താണ്? നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹമാണ് അല്ലെ. അപ്പൊ ഇതിനുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമതായിട്ട് ഷെയ്ഡ് ബിലീഫ് ആണ്. ഓക്കെ, ഷെയ്ഡ് ബിലീഫ് എന്ന് പറയുന്നത് വിശ്വാസം. ഓക്കെ, അടുത്തത് എന്താണ്? ഹിസ്റ്ററി ആണ്. ഓക്കെ, നെക്സ്റ്റ് ടെറിട്ടറി. നാഷണലിസം, ദേശീയത എന്ന് പറഞ്ഞാൽ നമ്മളെ ടെറിട്ടറി, ഭൂപ്രദേശം. നെക്സ്റ്റ് എന്താണ്? ഷെയർഡ് പൊളിറ്റിക്കൽ ഐഡിയൽസ്, അതുപോലെ കോമൺ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി, അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് നാഷണൽ സെൽഫ് ഡിറ്റർമിനേഷൻ. ഈ പോയിന്റ്സ് ഒക്കെ വെച്ച് ഇതാണ് നിങ്ങൾ വിശദീകരിച്ച് എഴുതേണ്ടത്. ഓക്കെ, അത് ഹെഡിങ് കൊടുത്ത് തന്നെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ക്രിറ്റിസിസം റേസ്ഡ് എഗെയിൻസ്റ്റ് ഇന്ത്യൻ സെക്യുലറിസം. അതായത് ഇന്ത്യൻ മതേതരത്വത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങളെ വിവരിക്കുക. ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ വാദം എന്താണ്? ഇന്ത്യൻ മതേതരത്വം മതവിരുദ്ധമാണെന്ന് വാദിക്കുന്നുണ്ട്. അതായത് ആന്റി റിലീജിയസ് ആണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു അഭിപ്രായം. അതായത് ക്രിറ്റിസിസ് ആണ് കേട്ടോ, അത് വിമർശനാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? മതങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ രാഷ്ട്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ഓക്കെ, ഇന്റർവെൻഷനിസ്റ്റ് ആണ്. ഓക്കെ, അതാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് എന്താണ്? ഇന്ത്യൻ മതേതരത്വം പാശ്ചാത്യ ഇറക്കുമതിയാണ് എന്ന് പറയുന്നവരുണ്ട്, ഒരു വെസ്റ്റേൺ ഇമ്പോർട്ട് ആണ് എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു മതം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിന് അനുയോജ്യമല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇന്ത്യൻ മതേതരത്വം ന്യൂനപക്ഷത്തിന് പ്രത്യേക അവകാശങ്ങൾ നൽകുന്നു. ആർക്കാ കൂടുതൽ അവകാശം നൽകുന്നത്? മൈനോറിറ്റീസിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു മൈനോറിറ്റിസമാണ് എന്നുള്ള വാദവും കൂടെ ഉണ്ട്. നെക്സ്റ്റ് എന്താണ്? വ്യത്യസ്ത മതവിഭാഗങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യയിൽ മതേതരത്വം അപ്രായോഗികവും അതുപോലെ അസാധ്യവുമാണെന്നാണ് വിശ്വാസകർ പറയുന്നത്. അതായത് ഇതൊരു ഇമ്പോസിബിൾ പ്രോജക്റ്റ് ആണ് എന്നുള്ള ഒരു വിശ്വാസമാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് എന്ത്? വിമർശനം. നമ്മുടെ ഇന്ത്യൻ മതേതരത്വം നേരിടുന്ന വിമർശനമായിട്ട് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ 5 ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഭരണഘടന നിർവഹിക്കുന്ന 5 പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ വളരെ എളുപ്പമാണ്. നമ്മൾ നന്നായിട്ട് പഠിച്ച കാര്യമായിരിക്കും. അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണിത് അല്ലെ. അപ്പൊ ഫസ്റ്റത്തെ എന്താണ്? അഷ്യൂർ റൂൾ ഫോർ കോർഡിനേഷൻ ഇൻ ദ സൊസൈറ്റി. അതായത് എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ സഹകരണവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്നു. ആര്? നമ്മുടെ ഭരണഘടന. ഓക്കെ, രണ്ടാമത്തെ എന്താ പറയുന്നത്? ടു സ്പെസിഫൈ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ദ ഡെസിഷൻ മേക്കിംഗ് അതോറിറ്റി ഇൻ എ സൊസൈറ്റി. അതായത് നിയമം നിർമ്മിക്കേണ്ടത് ആരാണെന്നും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആരാണെന്നും ഭരണഘടന നിർദ്ദേശിക്കുന്നു. ഓക്കെ, തേർഡ് ഫംഗ്ഷൻ ആണ് ടു ലിമിറ്റ് ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെന്റ്. ഭരണഘടന ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നു. ഫോർത്ത്, ടു ഇനബിൾ ദ ഗവൺമെന്റ് ടു അച്ചീവ് ദ ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് സൊസൈറ്റി. ഭരണഘടന ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രതിഫലിപ്പിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ടു ഗീവ് ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ടു ദ പീപ്പിൾ. ഭരണഘടന പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ക്ലാസ് നമ്മൾ ചെയ്തതാണ് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്റർ എല്ലാം നമ്മൾ ചെയ്തതാണ്. ചാനലിൽ തന്നെ ഉണ്ട് പൊളിറ്റിക്സ് +1 ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സസ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. വികസനത്തിന്റെ സാമൂഹികവും പാരിസ്ഥിതികവുമായ ചെലവ് ഹ്രസ്വമായി വിശദീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ നമ്മൾ എൻവയോൺമെന്റൽ കോസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? അതായത് വികസനം പലതരത്തിൽ വരാം അല്ലെ. റോഡ്, ഡാം, അതുപോലെ തന്നെ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അതെങ്ങനെയാണ് നമ്മളെ പരിസ്ഥിതിയെ ബാധിക്കുക? നമുക്ക് എല്ലാ കാര്യങ്ങളും വാട്ടർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, അത് പൊല്യൂഷൻ അല്ലാതെ തന്നെ റിസോഴ്സ് ഡിപ്ലീഷൻ, ഡിഫോറസ്റ്റേഷൻ, ഓക്കെ, ഇതെല്ലാം പറയാം. അതായത് വനനശീകരണം, എല്ലാ കാര്യങ്ങളും അതിൽ നമുക്ക് എഴുതാം.
അതുപോലെ തന്നെ ഇനി സാമൂഹിക ചെലവ് അല്ലെങ്കിൽ സോഷ്യൽ കോസ്റ്റ് ആയിട്ട് എന്ത് എഴുതാം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ്, റോഡ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വരാണ്. അപ്പൊ ആ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകളുടെയൊക്കെ എന്താണ്, അവിടെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ഡാം വരികയാണ്, പക്ഷെ അവിടെയൊക്കെ വീടുകളാണ്. ഓക്കെ, അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ആ വീട് പൊളിച്ച് അവിടെ നിന്ന് താമസം മാറി പോകേണ്ടി വരും. ഇതൊക്കെ എന്താണ്? സോഷ്യൽ കോസ്റ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതായത് ആ ഇൻഡിവിജ്വലിന് അവിടെ അവരുടെ സ്ഥലവും അതുപോലെ അവരുടെ ലിവ്ലിഹുഡും അവര് ചുറ്റിപ്പറ്റി നിന്നിരുന്ന അവിടുത്തെ ഒരു ജോബും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും എല്ലാം പോകും അല്ലേ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ കോസ്റ്റിന് ഉദാഹരണമായിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്ഡ് പീപ്പിൾസ് ആണ് ഓക്കെ സോഷ്യൽ കോസ്റ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇതെല്ലാം സ്ട്രക്ചർ ചെയ്ത് എഴുതണം കേട്ടോ. അപ്പൊ ഇത്രയാണ് 8 ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ട രീതി എന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ +1 +1 നിങ്ങൾ അത്യാവശ്യം സ്കോർ ലഭിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്താണ്, ഭാവിക്ക് ഉറപ്പായിട്ടും ഗുണം ചെയ്യും. ഓക്കെ, ഇനി +1 ആണ്, കുഴപ്പമില്ല, ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നൊന്നും പ്രതീക്ഷിച്ചിരിക്കേണ്ട. നിങ്ങൾ ഇപ്പൊ നന്നായിട്ട് പഠിക്കുക, ഈ എക്സാമിൽ നല്ല സ്കോർ വാങ്ങുക. ഓക്കെ, അതുപോലെ തന്നെ ആൻസർ ചെയ്യേണ്ടത് പൊളിറ്റിക്സ് ആവുമ്പോൾ പൊളിറ്റിക്സ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാം, പോയിന്റ് എഴുതാം. ഓക്കെ, പോയിന്റ് എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും കുറച്ചും കൂടെ വിശദീകരിച്ച് എഴുതുകയാണെങ്കിൽ കണ്ടന്റ് നന്നായിട്ട് വരെയും അതുപോലെ തന്നെ അപ്പൊ നിങ്ങൾക്ക് എന്താണ്, നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാം. അതായത് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 8 മാർക്ക് തന്നെ കിട്ടുകയും ചെയ്യും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അതുപോലെ പിന്നെ ഒരു കാര്യം, നന്നായിട്ട് സ്ട്രക്ചർ ചെയ്ത് എഴുതാം. അതായത് ഇവിടെ എഴുതേണ്ട കാര്യം പിന്നെ അതിന്റെ കൂടെ എഴുതേണ്ട കാര്യം പിന്നെ എപ്പോഴേലും എഴുതിയിട്ട് കാര്യമില്ല. ഓക്കെ, അതാണ് സ്ട്രക്ചർ ചെയ്ത് എഴുതുക. അതുപോലെ തന്നെ എല്ലാത്തിനും ഹെഡിങ് കൊടുക്കാനുള്ളവർക്ക് ഹെഡിങ് കൊടുക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഓക്കെ, അപ്പൊ അതെല്ലാം അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ നല്ല നീറ്റായിട്ട് പേപ്പർ എഴുതുക. ഓക്കെ, നല്ല നീറ്റായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ്, അത്യാവശ്യം നല്ല സ്കോർ ലഭിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ പൊളിറ്റിക്സിന്റെ ചാപ്റ്റർ വൈസ് ചെയ്തതാണ്, അതുപോലെ തന്നെ 1 വേർഡും സെപ്പറേറ്റ് വീഡിയോ ചെയ്തതാണ്. ഇതെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ അതിൽ നിങ്ങൾക്ക് വേണ്ടത് എടുത്ത് കാണാം. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ലാസ്റ്റ് എക്സാം അല്ലേ +1. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് തന്നെ